കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തെയും ഭൂമിയെയും ഏകീകരിക്കൽ, ഫിലിപ്പിയർ കൊലോസ്യരിൽ ക്രിസ്തു എന്നുള്ളതായ പാഠമാണ്. ഈ പാഠത്തിൻ്റെ മൂന്നാമത്തെ പാഠമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ജീവനും മരണവും എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് രണ്ട് പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ മഹേഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തു. താങ്ക് യു സർ. അതുപോലെ പാസ്റ്റർ സന്തോഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തു. ജീവിതം അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയതായ ഒരു ദാനമാണ്. അത് ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് നൽകി നമ്മെ ജീവനിൽ നിലനിർത്തുകയാണ്. മരണം ഒരിക്കലും ദൈവത്തിൻ്റെ ആദ്യ പദ്ധതിയിലുള്ളതായ ഭാഗം ആയിരുന്നില്ല. മാത്രവുമല്ല, ജീവൻ്റെ ഒരു ഭാഗത്തും ഈ മരണം ഭാഗമായി തീരുകയും ചെയ്യുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് ഇന്നത്തെ പാഠത്തിലൂടെ നമ്മെ എഴുതി അറിയിക്കുന്നത്, നാം ജീവിച്ചാലും മരിച്ചാലും അത് ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കണം എന്നുള്ളതായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഇന്ന് മനപ്പാഠവാക്യം നമുക്ക് നൽകിയിരിക്കുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യമാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം അപ്പോസ്തലനായ പൗലോസിന് ജീവൻ നൽകി എന്ന് താൻ താഴോട്ടുള്ളതായ ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-20 വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ വിചാരണയുടെ ഒരു കാര്യം അവിടെ എടുത്തു പറയുന്നു. അതിൻ്റെ ഫലത്തെക്കുറിച്ചും അതിന് സമീപ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതായ കാര്യത്തെക്കുറിച്ചുമൊക്കെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. എന്താണ് അപ്പോസ്തലനായ പൗലോസ് സഭയോട് എഴുതി അറിയിക്കുവാൻ ആ ഭാഗത്ത് ആഗ്രഹിച്ചത്? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വരാനിരിക്കുന്ന വിധി അല്ലെങ്കിൽ വിചാരണയ്ക്ക് ശേഷം അവർ നൽകുന്നതായിട്ടുള്ള വിധിയെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. സാധാരണ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ആ വ്യക്തി ചിന്തിക്കും, അയ്യോ എന്നെ ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു, എന്നെ തൂക്കിക്കൊല്ലാൻ പോവുകയാണോ? അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു റോമാക്കാരനാണ്, അതുകൊണ്ട് തന്നെ അവർ തൂക്കിക്കൊല്ലില്ല, ചിലപ്പോൾ ശിരച്ഛേദം ചെയ്യുവാൻ പോവുകയാണോ എന്നുള്ളതൊക്കെ ആയിരിക്കും മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു ആകുലത. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ആ സമയത്തും വിധിയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. വിധി എന്താ ആയിക്കോട്ടെ, പക്ഷേ പൗലോസ് അപ്പോസ്തലൻ്റെ ചിന്ത വ്യാകുലത എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ ഈ ഭൂമിയിൽ സ്ഥാപിച്ചതായിട്ടുള്ള സഭകളെക്കുറിച്ചാണ്. കാരണം ദുരുപദേശങ്ങളുമായിട്ട് പലരും ചുറ്റി നടക്കുന്നുണ്ട്. അവർ സഭയ്ക്കുള്ളിൽ വ്യാജ ഉപദേശങ്ങൾ കൊണ്ടുവരുമോ? സഭയിലേതായിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും വിശ്വാസത്യാഗം സംഭവിക്കാനിടയുണ്ടോ? പീഡകൾ നിലനിൽക്കുന്നു, അവർക്ക് അപ്രകാരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? അതുപോലെ അവരെക്കുറിച്ച്, അതായത് മറ്റുള്ളവരെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിൽ അവരെക്കുറിച്ച് ഇങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കിയാലും ശരിക്കും ഇപ്രകാരത്തിലുള്ള കാര്യമാണ്. മരിക്കുന്ന വേളയിലും മറ്റുള്ളവരെ കാണുന്നതായിട്ടുള്ള ക്രിസ്തു വിളിച്ച് പറയുകയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് കരയണ്ട, നിങ്ങളുടെ തലമുറയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ കരയുവിൻ. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള അതേ ചിന്താഭാരം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലും നിലനിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. പാസ്റ്റർ, അപ്പോസ്തലനായ പൗലോസ് അനേക സഭകൾ സ്ഥാപിച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുപോലെ തന്നെ അനേകരുമായി ബന്ധം സ്ഥാപിച്ചതായിട്ടും പൗലോസിൻ്റെ ലേഖനങ്ങളിലൂടെ നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. തനിക്ക് ഈ സഭകളോടും ഈ വ്യക്തികളോടുമുള്ളതായ ബന്ധത്തിൻ്റെ ആഴത്തെക്കുറിച്ച് എന്താണ് വേദപുസ്തകത്തിൽ പറയുന്നത്? ഒരു പാസ്റ്ററും വിശ്വാസിയുമായിട്ടുള്ള ഒരു ചെറിയ ബന്ധം എന്നുള്ളതല്ല. ഇവിടെ വളരെ വൈകാരികമായ ആഴത്തിലുള്ളൊരു ബന്ധമാണ് അപ്പോസ്തലനായ പൗലോസും ഈ വിശ്വാസികളും തമ്മിലുള്ളത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നമുക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുണ്ട്, ആടുകളും ഇടയനും പോലെ വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ എടുത്തുകൊണ്ട് വന്ന കർത്താവ് നമുക്ക് പറഞ്ഞു തന്ന ആ 100 ആടുകൾ എന്നുള്ളതിന് ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെയും വഴിതെറ്റിയ അവസ്ഥയിലായിരുന്നപ്പോഴും അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആ പ്രയത്നം കൊണ്ട് അവരെ തിരിച്ചു മടക്കിക്കൊണ്ടുവന്ന ഒരു ഇടയനെ പോലെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു പിതാവും കുട്ടിയും എന്നുള്ള ഒരു വലിയൊരു സ്നേഹം, അങ്ങനെ വളരെ ആഴമേറിയ ഒരു ബന്ധമാണ് അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ച സഭയിലെ വിശ്വാസികളും തമ്മിലുള്ളത്.
ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്നത്തെ സഭയ്ക്ക് ആവശ്യമായ വലിയൊരു ഘടകമാണ് അപ്പോസ്തലനായ പൗലോസ് അല്ലെങ്കിൽ ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ അത്തരത്തിലുള്ളതായ ആ ഈടാർന്ന ബന്ധമാണ് സഭകളെ വിപുലീകരിക്കുവാനും ഒരു സഭയിൽ നിന്ന് അത് ഇങ്ങനെ പല സഭകളായിട്ട് വർദ്ധിക്കുവാനും കാരണമാക്കി തീർത്തത്. പാസ്റ്റർ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രത്യേകിച്ച് ശുശ്രൂഷ വേളയിൽ നമ്മൾ കണ്ടെത്തുന്നതായ എല്ലാ വിശ്വാസികളും ഒരേ മനോഭാവമുള്ളവരായിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ ശുശ്രൂഷകന്മാരും. എന്നാൽ നമ്മുടെ ഇടയിൽ നമ്മോട് സ്നേഹം കാണിക്കുന്നവരും സ്നേഹം കാണിക്കാത്തവരും, നമ്മോട് അടുപ്പമുള്ളവരും അടുപ്പമില്ലാത്തവരും ഒക്കെ ഉണ്ടാകും. ഒരുപക്ഷെ നമ്മെ വിശ്വാസമില്ലാതെ നമ്മെക്കുറിച്ച് അപവാദം പറയുന്ന വിശ്വാസികൾ വരെ ഉണ്ടാകും. നാം ഈ കൂട്ടരെ എല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് ക്രിസ്തുവിന് സാക്ഷീകരണത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കുവാനും നമ്മുടെ ജീവിതം അവർക്കൊരു സാക്ഷീകരണമായി വരാനും നാം എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ചതായിട്ടുള്ളൊരു ദൈവമാണ്. ആ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ആ ക്രിസ്തുവിൻ്റെ ആ പറച്ചിലുണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ക്രൂശിൽ ഇത്രത്തോളം പീഡകൾ അനുഭവിക്കുന്ന സമയത്തും ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്, ദൈവം ഇവർ ചെയ്യുന്നത് എന്ത് എന്നറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. അതേ പ്രാർത്ഥന തന്നെയാണ് ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചിരുന്നതും. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന വേളയിലും സ്തേഫാനോസ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഈ പാപം ഇവരിൽ നിർത്തരുതേ എന്നാണ്. ഇതേ ഒരു മനോഭാവം തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ നിന്നും അതുപോലെ നമ്മുടെ ദൈവം, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള ഒരു വലിയ പാഠമാണ് ഇത്. നമ്മളെ ദ്രോഹിക്കുന്നവരെയും നമ്മളെ കഷ്ടപ്പെടുത്തുന്നവരെയും നമ്മൾ സ്നേഹിക്കണം എന്നുള്ളതാണ്. മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഇത് കഠിനമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് ഒരാൾ നമ്മളെ പ്രകോപിപ്പിക്കുമ്പോൾ നമ്മൾ പ്രകോപിപ്പിക്കപ്പെടാതിരിക്കുന്നത്? തീർച്ചയായിട്ടും ഒരാൾ നമ്മളോട് കരുത്ത് സംസാരിക്കുമ്പോൾ, ഒരാൾ നമ്മളോട് മോശമായി ഇടപെടുമ്പോൾ മാനുഷികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിന് ഇരട്ടി ചെയ്യണം എന്നുള്ളതായിട്ടുള്ള ചിന്ത ഉണ്ടാകും. എന്നാൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെയും അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലൂടെയും നമുക്ക് പഠിക്കുവാനുള്ളൊരു വലിയ പാഠം, നമ്മൾ അവരോട് തിക്തമായത് പെരുമാറാതെ അവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ ഭാവം ഉണ്ടെങ്കിൽ നമുക്കിതിനെല്ലാം സാധിക്കും. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സന്തോഷ്, നാം എല്ലാവരും ഒരു യുദ്ധത്തിലാണ്. അപ്പോസ്തലനായ പൗലോസാണെങ്കിലും ശേഷം വന്നതായ സകല ക്രിസ്തീയ വിശ്വാസികളും ഇന്ന് ജീവിച്ചിരിക്കുന്നതായ നാമും ഒരു വലിയ പോരാട്ടം കടന്ന് വന്നവരും പോരാട്ടത്തിലായിരിക്കുന്നവരുമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ പോരാട്ടത്തിൻ്റെ ആയുധങ്ങളെക്കുറിച്ച് പറയുന്നു. എന്താണ് ഈ ആയുധങ്ങൾ? നമ്മൾ ഒരു സാധാരണ യുദ്ധത്തിലല്ല, ഒരു വലിയൊരു ആത്മീയ യുദ്ധത്തിലാണ്. ഇവിടെ പിശാചിൻ്റെ സ്വഭാവം എന്തെന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് വഞ്ചന എന്ന് പറയുന്നു, രണ്ട് എന്ന് പറയുന്നത് മനുഷ്യർ ലജ്ജ ഉളവാക്കുക, അതുപോലെ തന്നെ ക്രിസ്തുവിൽ നിന്ന് അവരെ അകറ്റുവാനുള്ള ഓരോ കാര്യങ്ങൾ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ പിശാച് ഇവിടെ ശക്തമായി നിൽക്കുന്നു. ഇനി അതിലുപരി സമപ്രായക്കാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്ക് വളരെയധികം ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം അവർ തരുന്ന പ്രലോഭനങ്ങൾ, അവർ തരുന്ന ഓരോ കാര്യങ്ങൾ അത് അനുസരിക്കുവാനുള്ള നമ്മുടെ ഒരു മനോഭാവം, ഇങ്ങനെ ഇതൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെയെല്ലാം നമുക്ക് ജയിക്കുവാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. എന്തുതരം ലജ്ജകൾ വന്നാലും എന്തുതരം പ്രയാസങ്ങൾ വന്നിരുന്നാലും നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഉറ്റിരിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ വചനമെന്ന വാൾ, ഇതിനൊക്കെയും തകർക്കുവാൻ സാധിക്കുന്നത് വചനമെന്ന വാൾ തന്നെയാണ്. ആ വചനമെന്ന വാൾ ഇരുവാൾ തലയുള്ളതാണ്. ആ വാളാണ് നമ്മളെ പല ആത്മീയ പോരാട്ടങ്ങളിലും വിജയം കൈവരിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ തകർക്കുവാൻ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ആ വചനത്തിൻ്റെ ആശ്രയത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം കൂടുതലായിട്ട് നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ എന്താണ് ആയുധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആത്മാവിൻ്റെ ഫലവും, രണ്ട് എന്ന് പറയുന്നത് വചനമെന്ന വാളും തന്നെയാണ്. പാസ്റ്റർ മഹേഷ്, അപ്പോസ്തലനായ പൗലോസ് യുദ്ധം ചെയ്ത് നാം പിശാചിനോട് ജയിക്കണം എന്ന് പറഞ്ഞു എങ്കിലും പിശാചിനെ ജയിച്ചവനായ കർത്താവ് യേശുക്രിസ്തു പറയുന്നത് മരണമാണ് ഏറ്റവും അവസാനത്തെ ശത്രു എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് മരണം എനിക്ക് ലാഭമാണ് എന്ന് പറയുന്നു. എങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ മരണത്തെ ഇങ്ങനെ ലാഭമായി കണക്കാക്കുവാൻ കഴിയുന്നത്?
പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതം നമുക്കറിയാം. ഒരു വ്യക്തി മരിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ കൃപയുടെ കാലഘട്ടം അവസാനിക്കുന്നത് ഒരു ഇതിൽ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതം, പൗലോസ് അപ്പോസ്തലന് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഭൂമിയിൽ ഉറങ്ങാൻ പോകുന്നു, അത് കഴിഞ്ഞ് ഞാൻ കാണുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രത്യക്ഷതയാണ്. കാരണം പൗലോസ് അപ്പോസ്തലന് വേണ്ടി അല്ല ജീവിച്ചത്, പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചത് ക്രിസ്തുവിന് വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ നാളുകൾ, ഇനിയുള്ള നാളുകൾ അതെനിക്ക് ലാഭമാണ്. കാരണം ആ നാളുകളിൽ ഞാൻ ജീവിക്കുമ്പോഴും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ ജീവിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കിയ എൻ്റെ സഭയ്ക്ക് വേണ്ടി തന്നെ ഞാൻ ജീവിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എത്ര ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും അത് എനിക്ക് ലാഭമാണ്. ഞാൻ ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് അതെനിക്കൊരു ലാഭമായി തന്നെ ഇരിക്കും. എന്നാൽ ഞാൻ മരിച്ചു പോവുകയാണ് എങ്കിൽ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. പക്ഷേ അതോടുകൂടി എൻ്റെ പ്രവർത്തനം അവിടെ തീരുന്നു. അതുകൊണ്ടാണ് വളരെ പ്രത്യാശയോടെ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം അത് ലഭിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെ സമയത്താണ്. ഞാൻ എൻ്റെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിച്ച് ഉറങ്ങാൻ പോയാലും ഞാൻ ഉണർന്ന് കാണുന്നത് എൻ്റെ ക്രിസ്തുവിനെ ആയിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമെന്ന്. സന്തോഷ്, ഈ മരണത്തെ പറ്റി അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതി വരുന്ന സമയത്ത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-24 ഒക്കെ പറയുന്നത്, ശരീരം വിട്ട് ഞാൻ ക്രിസ്തുവിനോട് ചേരുന്നത് എനിക്ക് ഏറെ നല്ലത് എന്ന് പറയുന്നു. ഇപ്പോൾ പല വെർഷൻസിലും അത് പല തരത്തിലാണ് പറയുന്നത്, എങ്കിലും അതിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത് എനിക്ക് മരിക്കുന്നത് നല്ലതാണ് എന്ന അർത്ഥത്തിലാണ്. എങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസിന് ഇങ്ങനെ ക്രിസ്തുവിനോട് ചേരുവാനുള്ളതായ വാഞ്ച വർദ്ധിക്കുവാനും ഈ ചേരുന്നതാണ് തനിക്ക് നല്ലത് എന്ന് മനസ്സിലാക്കുവാനും? ഈ അപ്പോസ്തലനായ പൗലോസിന് ഏറ്റവും ഇഷ്ടമാണ് കർത്താവിനോട് കൂടെ ഇരിക്കുക എന്നുള്ളത്. കാരണം ഒരു സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ വന്നപ്പോഴാണ് കർത്താവ് എത്രയും സ്നേഹമയനായ ദൈവമാണ് എന്ന് മനസ്സിലായത്. ആ കർത്താവിനോട് കൂടെ ഇരിക്കുവാനാണ് അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും ആഗ്രഹം. അതിന് അദ്ദേഹം എന്താ പറയുക, ഞാനിപ്പോൾ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. സോ അതിനുവേണ്ടി അതാണ് എനിക്ക് മരിക്കുന്നത് ലാഭമെന്ന് എണ്ണിക്കൊണ്ട്, എനിക്ക് ജീവിച്ചിരിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭം എന്നെണ്ണിക്കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ഓരോ യാത്രയും മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ എല്ലാവരും വരണമെന്നൊരു പ്രഖ്യാപനവും ഈ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ വന്നാൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിനടുത്ത് നമുക്ക് ചേരുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് ഈ ഒരു വാക്യത്തിൽ പറയുകയാണ്. ഒന്ന്, തനിക്ക് മരിക്കാൻ ഇഷ്ടമാണ് എങ്കിലും നിങ്ങളെയും ഞാൻ വിളിക്കുകയാണ്, പക്ഷേ എങ്ങനെ? മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളും കർത്താവിൻ്റെ അടുക്കൽ വരണമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. പാസ്റ്റർ മഹേഷ്, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ദൈവത്തോട് ചേരുന്നത്? അത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ദൈവത്തോട് അടുക്കൽ ചേരുകയാണോ? അത് എന്താണ് അപ്പോസ്തലനായ പൗലോസ് അർത്ഥമാക്കുന്നത്? ഇവിടെ നമുക്കറിയാം, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്വർഗത്തിൽ പോവുകയോ നരകത്തിൽ പോവുകയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ പോവുകയല്ല ചെയ്യുന്നത്. തിരുവചനം വളരെ സ്പഷ്ടമായിട്ടൊരു വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് പറയുന്നത് ഉറക്കം എന്നാണ് പറയുന്നത്. അതിന് വലിയൊരു ഉദാഹരണം ഇവിടെ ഗ്രന്ഥകർത്താവ് നൽകുന്നുണ്ട്, ലാസറിൻ്റെ മരണത്തെക്കുറിച്ച്. ലാസർ മരിച്ചു, കല്ലറയിലായിരുന്നു. 4 നാൾ കഴിഞ്ഞ് കർത്താവ് യേശുക്രിസ്തു എന്ന് വിളിക്കുന്ന സമയത്ത് അവിടെ വളരെ മനോഹരമായിട്ട് ഗ്രന്ഥകർത്താവ് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ലാസർ സ്വർഗത്തിലായിരുന്നു എങ്കിൽ അവിടെ ലാസറിനെ വീണ്ടും ദൈവം വിളിച്ചിവിടെ കൊണ്ടുവന്നിട്ട് ലാസറിനോട് പറയുകയാണ്, ഇവിടെ ഒരു ദൂതൻ വന്ന് ലാസറിനോട് പറയുകയാണ്, ലാസറെ നിന്നെ ദൈവം വിളിക്കുന്നു, കർത്താവ് യേശുക്രിസ്തു വിളിക്കുന്നു, നീ ഭൂമിയിലേക്ക് ചെല്ലുക, വീണ്ടും അവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ലാസറിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ലാസർ വീണ്ടും ചോദിക്കും, എന്താ ഇതെന്ന് ചോദിക്കും. പക്ഷേ ഇവിടെ ലാസറിനെ ദൈവം വിളിക്കുമ്പോൾ ലാസർ കല്ലറയിൽ നിന്നും കെട്ടുകളാൽ ഇറങ്ങി വരുന്നു. അങ്ങനെ ലാസർ വരുന്നു എന്നതിനർത്ഥം ലാസർ സ്വർഗത്തിലോ നരകത്തിലോ മറ്റെവിടെയും പോയിട്ടില്ല. ലാസർ ആ കല്ലറയ്ക്കുള്ളിൽ തന്നെയായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരു വ്യക്തി മരിക്കുമ്പോൾ ഒരിക്കലും ആ വ്യക്തി ഇമ്മീഡിയറ്റായിട്ട് സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നില്ല. ആ വ്യക്തി മണ്ണിൽ ഉറങ്ങുകയാണ്. ആ വ്യക്തി എഴിക്കുന്നത്, ആ വ്യക്തിക്ക് ജീവപുസ്തകത്തിൽ ആ വ്യക്തിയുടെ പേരുണ്ട് എങ്കിൽ ആ വ്യക്തി എഴിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെ സമയത്താണ്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ സമയത്താണ്. എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ രൂപാന്തരം പ്രാപിച്ച് കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പം ചേരും. അതല്ല എങ്കിൽ ആ വ്യക്തി എഴുന്നേൽക്കുന്നത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം
ആ നാശത്തിൻ്റേതായിട്ടുള്ള സമയത്താണ്. അല്ലാതെ ഒരു വ്യക്തി ജനിച്ച ഉടനെ സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നില്ല എന്ന് നമുക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ചേരും എന്നുള്ളതായ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് തന്നെ പല സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താലും ദൈവം നാം മഹത്വത്തിനായി ചെയ്യുവിൻ. അപ്പോസ്തലനായ പൗലോസിന് വളരെ വ്യക്തമായിട്ട് അറിയാം, താൻ ജീവിച്ചാലും മരിച്ചാലും അത് ദൈവത്തിന് വേണ്ടിയാണ് തൻ്റെ ജീവിതവും മരണവും എന്ന് തനിക്ക് വ്യക്തമായി അറിയാം. മാത്രവുമല്ല, റോമിലെ കാരാഗൃഹത്തിൽ മരണം കാത്ത് കിടക്കുന്നതായ പൗലോസിനറിയാം, താൻ മരിച്ചാലും അത് ദൈവവചനത്തിന് വേണ്ടിയുള്ളതായ ഒരു സാക്ഷ്യമാണ് എന്നുള്ള ചിന്തയോടുകൂടിയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സന്തോഷ്, നാം അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിനു വേണ്ടി എപ്രകാരം തീരുമാനമെടുത്ത് നിലകൊണ്ടു എന്നുള്ളതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവനും മരണവും അത് എത്രമാത്രം പ്രാധാന്യം അർഹിച്ചതാണ് എന്നും അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവും പൗലോസും ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്നതിനെക്കുറിച്ച് ഒരുപോലെ പറയുന്നതായ ചില കാര്യങ്ങളുണ്ട്. എന്താണ് ഈ പാഠത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്? ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവും പിതാവും തമ്മിൽ ഒരു ഈടാർന്ന ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നത് സ്നേഹമെന്ന് തന്നെയാണ്. അതുപോലെ അപ്പോസ്തലനായ പൗലോസും ക്രിസ്തുവും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധവും സ്നേഹത്തിൻ്റെ പുറത്തായിരുന്നു. ഇത് അപ്പോസ്തലനായ പൗലോസ് സഭകളെ പഠിപ്പിക്കുന്നു. രണ്ടുപേരും മുന്നോട്ട് വെച്ച ആശയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്നേഹത്തിലൂടെ മാത്രമേ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഫിലിപ്പിയർക്ക് ലേഖനത്തിലും അതുപോലെ തന്നെ കൊലോസ്യർക്ക് ലേഖനത്തിലും ഈ രണ്ട് സഭകൾക്കും ദൂതുകൾ എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എന്ത് ചെയ്യണം? വളരണം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വളർന്നുകൊണ്ട് നിങ്ങൾ ആ സ്നേഹത്തെ പുറപ്പെടുവിക്കുക എങ്കിൽ മാത്രമേ, നമ്മൾ സ്നേഹം മുന്നോട്ട് വയ്ക്കുമെങ്കിൽ മാത്രമേ ഏതൊരു കഠിന ഹൃദയനെയും മൃദുഹൃദയനാക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ കഠിനമായ ഹൃദയമുള്ളവനെയും മൃദുഹൃദയമാക്കണമെങ്കിൽ സ്നേഹമുണ്ട്. ഇത് നമ്മളെ പഠിപ്പിച്ചതാരാ? ക്രിസ്തുവാണ്. ക്രിസ്തു ഈ അപ്പോസ്തലനായ പൗലോസ് എവിടെ നിന്നാണ് പഠിച്ചത്? ക്രിസ്തുവിൽ നിന്നാണ് പഠിച്ചത്. ആ അപ്പോസ്തലനായ പൗലോസ് സഭകൾക്കും അത് പറയുന്നു, നിങ്ങൾ സ്നേഹമുള്ളവരായിരിക്കുക. അപ്പോൾ കർത്താവ് പിതാവിനോട് സ്നേഹമുള്ളതുപോലെ അപ്പോസ്തലനായ പൗലോസിന് ക്രിസ്തുവിന് സ്നേഹമുള്ളതുപോലെ സഭകളെ പഠിപ്പിക്കുന്നു, നിങ്ങളും ക്രിസ്തുവിന് സ്നേഹമുള്ളവരായിരിക്കും, പരസ്പര സ്നേഹമുള്ളവരായിരിക്കും എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പാസ്റ്റർ മഹേഷ്, അപ്പോസ്തലനായ പൗലോസിന് ദൈവത്തിലുള്ളതായ വിശ്വാസം അത് നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ പെടാത്തതായ തലത്തിൽ നമുക്ക് പ്രകടമായി വേദപുസ്തകത്തിലൂടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങൾ നിർഭയരായിരിപ്പിൻ, അല്ലെങ്കിൽ ഭയമില്ലാത്തവരായിരിപ്പിൻ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് പറയുന്നുണ്ട്. വിശ്വാസമുള്ളവരായിരിക്കണം, ഭയമില്ലാത്തവരുമായിരിക്കണം. എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് അഥവാ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസിയും നിർഭയനുമായിരിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്? നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടില്ല എങ്കിലും അങ്ങനൊരു കാര്യമുണ്ട് എന്നുള്ളതിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. ഇനി അതേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് നിർജീവമാണ്, ചത്തതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി ഉള്ളതായിട്ടുള്ള വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മളിൽ പ്രവൃത്തിയുള്ള വിശ്വാസം, അടിയുറച്ച വിശ്വാസം നമുക്ക് വരണമെങ്കിൽ നമുക്ക് ഭയമില്ലാത്തതായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ നിർഭയമായിരുന്നെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാവുകയുള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഭീരുക്കൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന്. അപ്പോൾ ഭയമുള്ള ഒരു വ്യക്തിക്ക് ആ വ്യക്തി ഭീരുവാണ്. ആ വ്യക്തി പലതിനെയും ഭയക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. സാധാരണ ആളുകൾ എടുത്തു പറയുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്, ധീരന് മരണം ഒന്നേ ഉള്ളൂ, ഭീരുക്കൾ 1000 വട്ടം മരിച്ച് ജീവിക്കുന്നു എന്ന്. അതുപോലെ ക്രിസ്തുവിൻ്റെ വിശ്വാസം, ദൈവകൽപ്പനയും യേശുവിൻ്റെ വിശ്വാസം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആ ക്രിസ്തുവിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് നിർഭയ വിശ്വാസമായിരുന്നു. എന്തു വന്നാലും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും, എൻ്റെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കും. പൗലോസ് അപ്പോസ്തലൻ്റെ വിശ്വാസവും അതുതന്നെയാണ്. ആ ഒരു വിശ്വാസം പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പൗലോസ് അപ്പോസ്തലനെ കേൾക്കുന്നതായിട്ടുള്ള വ്യക്തികളോട് പറയുന്നത്, നിങ്ങൾ നിർഭയരായിരുന്നു,
നിങ്ങൾ ഭയമില്ലാത്തവരായിരുന്നു കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഇനി ഇതേ പൗലോസ് അപ്പോസ്തലൻ ഈ വിശ്വാസത്തെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിനെ ഒരു കവചമായിട്ട് അവിടെ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മൾ ആത്മീക മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പോരാട്ടമുണ്ട്. ആ പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കുവാൻ നമുക്കൊരു കവചമായിട്ട്, ഒരു ശിരസ്ത്രമായിട്ട് നമുക്ക് ഈ വിശ്വാസത്തെ നിർത്തണം. അപ്പോൾ ആ വിശ്വാസത്തിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മൾ നിർഭയരായിട്ട് തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഭയമില്ലാതെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കും. പാസ് സന്തോഷ്, മറ്റൊരു കാര്യം, കഷ്ടപ്പാടുകൾക്കിടയിലും നമുക്ക് പ്രത്യാശ ഉളവാകുന്നതായ ഒരു അവസ്ഥ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. എപ്രകാരമാണ് നമുക്ക് പ്രത്യാശ, ഈ കഷ്ടപ്പാടിൻ്റെ ഇടയിലും നമുക്ക് പ്രത്യാശ നിലനിർത്തുവാൻ തക്കവണ്ണം സാധിക്കും? ഒന്ന്, അതായത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെയാണ്, ഒന്ന് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ആ ഉയർപ്പിൻ്റെ വലിയൊരു പ്രത്യാശ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവളത്തിലൂടെ ഇറങ്ങി വരുമ്പോൾ കർത്താവിൽ മരിച്ച മൃതന്മാർ മുമ്പേ എഴുന്നേൽക്കും. ആ വലിയൊരു പ്രത്യാശയാണ് ഏതൊരു വിശ്വാസിയെയും മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന നന്മകളെക്കുറിച്ചുള്ള ബോധ്യം, അത് നമ്മളെ വലിയൊരു, അതായത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉത്തരം തരുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട് എന്നുള്ള വലിയൊരു പ്രത്യാശ ഓരോ ഭക്തൻ്റെയും മനസ്സിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു കരുതലും സ്നേഹവും, ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ആഴമേറിയതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്നത് ബൈബിളിലെ ഓരോ വാഗ്ദത്ത വചനങ്ങളും നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. എനിക്ക് കഷ്ടതകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ എന്നെ താങ്ങുവാൻ, എന്നെ പരിപാലിക്കുവാൻ സ്വർഗത്തിലെ ദൈവമുണ്ട്, അവൻ എന്നെ പരിപാലിക്കും എന്നുള്ളൊരു വലിയൊരു പ്രത്യാശ, വലിയൊരു നമ്മളൊരു കരുതൽ, അതാണ് നമ്മളെ വഴി നടത്തുന്നത്. ആ പ്രത്യാശയിലൂടെയാണ് ഓരോ ക്രിസ്ത്യാനിയും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവനായിരുന്നാലും മരണമായിരുന്നാലും കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതായൊരു വലിയ പ്രത്യാശയാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തതായി നിങ്ങളെ രണ്ടുപേരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പഠിച്ചതായ കാര്യങ്ങളൊക്കെയും ഞങ്ങൾക്ക് വിശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറയുവാൻ ധൈര്യം നാം ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാനും ഭയമില്ലാതെ മരിക്കുവാനെന്ന കോണം നമുക്ക് സാധിക്കും. ക്രിസ്തുവിനോട് കൂടെ നടന്ന് ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നത് ഒരു ഭാഗ്യമായി കണക്കാക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യനാളുകളിൽ പീഡനങ്ങൾ സഹിച്ച് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം നമുക്ക് ശക്തിയും ബലവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.